ഓക്കെ ഓക്കെ ഓക്കെ. അമ്പലത്തിലെ കസ്റ്റംസിലോട്ട് വരണേ. വരാ വരാ വരാ. അതെവിടെയായിരുന്നു? ഇതല്ലേ 8198. കോച്ച് കയറിയില്ലേ? കോച്ചിനിവിടെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇല്ലടാ ഇപ്പൊ വേണ്ട. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ത് അതും കാണും. ഇപ്പൊ വേണ്ടെന്നൊക്കെ പറഞ്ഞ വിചാരിക്കുമ്പോ ഒന്നും കിട്ടാൻ പോണില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തേ പഠിക്കുള്ളൂ. നിങ്ങളൊന്ന് വിചാരിച്ച നിങ്ങൾ ഇപ്പൊ വേണോന്ന് വിചാരിച്ച ഉടനെ വന്ന് ഹായ് ജപ്പാനിൽ പോയ കോച്ച് എന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് മറിഞ്ഞ് കെട്ടിപ്പിടിക്കുമോ? അപ്പടിയല്ലടാ. ഹലോ RP വിளையாடும் போது ഞാൻ കുസ്മാൻ ദാസ് മറ്റേ സാബിന് വേണ്ടി സാബുമായിട്ട് വരുന്ന വിളിക്കാൻ. സാബിനെ വിളിച്ചാൽ അങ്ങോട്ട് വരും അങ്ങോട്ട് വരും അങ്ങോട്ട് വരും. ആ ഓക്കെ ഓക്കെ. ഹർലൻ എടുത്താൽ മതി. എടാ ഈ ഹർലൻ കൊണ്ട് പോയോണ്ടോ സൗണ്ട്. അത് കോച്ച് ആക്സിലേറ്റർ കൊടുത്തിട്ട് റിലീസ് ചെയ്താൽ മതി. ഓക്കെ റിലീസ് ചെയ്യുമ്പോഴാണ് ആ ശബ്ദം വരുന്നത്. ഹലോ ഹലോ സാബ് പറ. ഞങ്ങള് തന്ന വണ്ടിയെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നേ. വണ്ടി കാണുന്നില്ലല്ലോ ഒന്നും. ഏത് അല്ല വണ്ടിയൊക്കെ സേവ് ചെയ്തോ? എല്ലാം കൊണ്ട് സേവ് ചെയ്ത്. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു സാബേ. ആ വണ്ടി കണ്ട? അത് നോക്കിയേ. അത് കണ്ട? ആ വണ്ടി കണ്ട? അവിടെ കിടക്കുന്ന നടുക്ക്. അത് ദൂരെ നിന്ന് നോക്കുമ്പോ ഒരു പിങ്ക് ബ്രാ അയൽ ഉണക്കാൻ ഇട്ടേക്കണ പോലെ ഇല്ലേ? എന്റെ ഇതിന് മഞ്ഞ പ്രായമായിരുന്നു. അത് ഞാൻ കളറടിച്ച് കറുപ്പാക്കി. എന്നിട്ടും കുഴപ്പമില്ല, കൊണ്ടു നടക്കാം. ഇതിന്റെ പറഞ്ഞു ഇതിന്റെ ഹലോ മീനൂട്ടി. എനിക്ക് മീനൂട്ടിയെ ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ സിറ്റിയിലില്ലായിരുന്നു. അയ്യോ സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ മീനൂട്ടിയെ കാണാൻ ഞാൻ വരൂലായിരുന്നു. സിറ്റിയിൽ ഇല്ലാതെ പോയില്ലേ, അതുകൊണ്ടല്ലേ. ഞങ്ങളിവിടെ ഒരു വണ്ടിയുടെ പണി ചെയ്തോണ്ടിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മീനൂട്ടിയെ വന്ന് കാണാവേ. കാണാം. തരാം മീനൂട്ടി എടുത്ത് വരാം. ഞാൻ സേവ് ചെയ്തേക്കാം മീനൂട്ടി. ഓക്കെ. എന്ത് രസമാണല്ലേ ക്യാരക്ടർ കൊണ്ടുപോകണം പുള്ളിക്കാരി. മീനൂട്ടി മൈ ലവ്. എന്തോ കേട്ടില്ല. എന്റെ ഇന്ന ഈ കളറായി അല്ല ഇത് ഈ വണ്ടി എന്റെ അല്ല, ഇത് വേറെ ആരുടെയോ. ഞാൻ ഇതിന്റെ ബാക്കി ഇത് കിട്ടിയപ്പോ കളർ മാറ്റി ബ്ലാക്ക് ആക്കി. മനസ്സിലായ സാബ് ഗുരു? ഇങ്ങനെ വീണ്ടും പോയി കേട്ടാ. ഉള്ളി വീണ്ടും പോയി. വോസ്കോയോ? എടാ പ്രായത്തിന്റെ പ്രശ്നമാണ് അതൊക്കെ. ഈ മൈലവ് എന്ന് പറയണത് എല്ലാം പ്രേമമാണെന്ന് ചോദിക്കുന്ന മറ്റേ അങ്ങനത്തെ ഇതാവരുത് നീയൊക്കെ. മനസ്സിലായ? നമ്മള് ഭയങ്കര അഫെക്ഷൻ കാണിക്കണ ഒരു എന്താ നമ്മളെ ഹാർലി ഒന്ന് ചെറുതായിട്ട് പണിത്. അപ്പൊ ഈഗിൾ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് പോയി എന്നുള്ളത്. അത് ഈഗിള് പോയോ? ഇത് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള കസ്റ്റം വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണല്ലോ. ഇതിന്റെ ഹാൻഡ്ലിങ്ങും സൗണ്ടും കുറച്ച് കിടിലോ.
എക്സോസിനോട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ്, നല്ല രസമാണ് കേൾക്കാൻ. ഇത് നമ്മുടെ OG വണ്ടിയാണ്, അതിപ്പോ ഇന്ന് സിറ്റിയിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. അടിപൊളി. നല്ല വണ്ടി ഓടിച്ചു നോക്ക്. ടോപ്പിന്റെ അടിച്ചു അപ്പോഴാണ് അതിന്റെ പേര് വാസു എന്നല്ലേ പറഞ്ഞത്? വാസു. അതെ അതെ അതെ, പരുന്ത് വാസു. ഓ ആ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വണ്ടി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നാൽ ഇതിനേക്കാളും കെള്ളുമായിട്ട് സെറ്റ് ആക്കി. ആണല്ലേ? അല്ലേ, എനിക്ക് അധിക സൗണ്ട് വേണ്ട, എനിക്ക് ഇപ്പൊ കറക്റ്റ് ബാലൻസ്ഡ് സൗണ്ട്. അല്ല, നമ്മള് കുറച്ച് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് സൗണ്ട് എല്ലാം നല്ല വ്യത്യാസം വരും. ആണല്ലേ? ഞാൻ കൊണ്ടുവരാം ഉറപ്പായിട്ട് കൊണ്ടുവരാം. ഓക്കെ. ഓ പഴയ വണ്ടി. ഈ വണ്ടി കൊണ്ടുവന്ന് നന്നായി. ഓ പെർഫോമൻസ് ഇതിനകത്ത് എഞ്ചിൻ ഉണ്ടോ? ഒരു മിനിറ്റ് സബ്ഗുരു വാ കേറി ഓടിച്ചു നോക്ക്. വണ്ടി അണ്ണാ നോക്കിയൊക്കെ ഓടിക്കണ അണ്ണാ. ഇതാരാ ഈ പയ്യൻ? എന്താ വണ്ടിക്കകത്ത് ചാബ് നോക്കണം? ഹലോ അണ്ണാ എഞ്ചിനൊക്കെ അല്ലേ? ഓക്കെ ആണ്, ഓൾ സെറ്റ് ആണ്. ഞാൻ അതിന്റെ അകത്തോട്ട് കേറ്റിയത്, അപ്പൊ എഞ്ചിനൊക്കെ അടിപൊളി. ദാ ഇപ്പൊ വരാം. ഹാൻഡിലിംഗ് അടിപൊളിയാണല്ലോ. ഓ അതെ. ഒന്ന് കാല് കൊടുത്തിട്ട് വണ്ടി ഒന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ട് വിട്ടു നോക്ക്. വിട്ടോ അയ്യോ അതെന്താ നിങ്ങൾ കത്തിയിരിക്കുവാന്ന് എനിക്ക് അവിടെ കേറിയപ്പോഴേ എനിക്ക് മനസ്സിലായതാ. കത്തിയിട്ടില്ല. ദുബായി എന്നല്ല ഇതൊക്കെ വരും. അയ്യോ എന്റെ വണ്ടി. കേറിക്കോ. ഇങ്ങനെ ശബ്ദമൊക്കെ പോയിരിക്കും കേട്ടാ. കേറിക്കോ. 457 ടോപ്പ് സ്പീഡ്. അതിൽ ഞെക്കിക്കൊണ്ടിരുന്നാ കേറിക്കോളൂ. അതൊരു ചെറിയൊരു ഇതുണ്ട് അവിടെ ആ സൈഡിന്. ആ കേറിക്കോളൂ. വിട്ടു ഹാപ്പി ബർത്ത്ഡേ തുടങ്ങി എല്ലാത്തിനും. വണ്ടി ഹാപ്പി ബർത്ത്ഡേ. ഫ്യൂവല് തീർന്നു. എടാ ഇവിടെ പെട്രോൾ അടിച്ചടിച്ച് മുടിയും കേട്ടാ മനുഷ്യൻ. സകുരു, നിങ്ങൾ ഈ മൈലേജ് ഇല്ലാത്ത വണ്ടിയല്ലേ എങ്ങനെ കൊണ്ടു കിടക്കണം ഇവിടെ? അയ്യോ പുള്ളി കത്തിപ്പോയി. സിറ്റി കത്തി. PL അടിച്ചു കേട്ടാ. ബാങ്കിലെ കാശും പോയി. നമ്മൾ എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോ എങ്ങനെയാണോടാ ഈ PL ഒക്കെ രാത്രി 12:30 അടിക്കുന്നേ? ഹാപ്പി ബർത്ത്ഡേ. നീഗന്റെ ബർത്ത്ഡേ ആണോ? ഇതെന്താ റീഫ്യൂൽ ആവൂലടാ? നീക മിനിമനി ഹാപ്പി ബർത്ത്ഡേ. ജുവർഗെ മോനെ ഹാപ്പി ബർത്ത്ഡേടാ. എന്തൊരവസ്ഥയാടാ ഇത്. ഇരുപത്തിനാല് PL 29 PL. ഇപ്പൊ സിറ്റി കത്തിപ്പോ. എടാ നമ്മുടെ ഇതിനൊക്കെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, എന്തോ ഗ്രേറ്റ് പെക്കിയോ എന്തായിരുന്നു അവൻ്റെ പേര്? ഒരു പോസ്റ്റർ വേണമായിരുന്നു.
മറ്റേ ഇവരുടെ ഇത് അനൗൺസ്മെന്റ് ഇടാൻ വേണ്ടിയിട്ട്. കുറയുന്നു. 27 നോക്കട്ടെ. 26 പെട്രോൾ ക്യാൻ മേടിച്ചു വെക്കുക. ഇത് എടാ ഇതൊന്നും ചെയ്യാനില്ല. സ്റ്റോപ്പ് റീഫ്. ഇത് 25 ഗ്രേറ്റ് പക്ക. എടാ നീ ലൈവ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. എടാ മോനെ എനിക്കൊരു പോസ്റ്റർ ചെയ്യാനായിരുന്നു. 24 നോക്കട്ടെ. എടാ എപ്പോഴും പ്രീമിയം ഫെയർ അടിച്ചാൽ ടൈം നിൽക്കും ആണോ? ആ PL കുറയണുണ്ട് കേട്ടോ. 21 TV അവർക്ക് ഇൻസ്റ്റാ അക്കൗണ്ട് ബയോ സെറ്റ് ആക്കണം. അത് ഇന്നെല്ലാം സെറ്റ് ചെയ്യണം. ഇന്നെല്ലാം സെറ്റ് ചെയ്യാം. അതിന് വെറുതെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇന്ന് സെറ്റ് ചെയ്യല്ല. അതിന് നല്ലൊരു TVയുടെ ഒഫീഷ്യൽ പേജിന്റെ ലോഗോ എല്ലാ ഫാൻ പേജുകൾ. ഇല്ല ഞാൻ കത്തില്ല. വന്നോ? കത്തിപ്പോയായിരുന്നോ? കത്തിപ്പോയി. അയ്യോ നിങ്ങളതിൽ കേറിയല്ലേ? ഫ്യൂവൽ ആയോന്ന് അറിഞ്ഞൂടാ. നോക്കട്ടെ. ആ ഫ്യൂവൽ ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് കുറച്ച് സമയം എടുക്കും. അത് അതിന്റെ ആ ഡോർ ഓപ്പണിങ് ആനിമേഷൻ ബഗ്ഗാ. അത് ചില സമയത്തേ ഉള്ളു. ചില സമയത്ത് അത് വരും. ഞാന് ഒരു പോർഷൻ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തു. ആണോ? 2 പോർഷായോ? ഒരു ഗോൾഡനും ഒരു റെഡും. ഒരെണ്ണം ചോദിച്ചാ ഇങ്ങനെ ചിലപ്പോ തരും. ആ കൊള്ളാം. എന്തായാലും സെറ്റ്. ആ ഇതാണല്ലേ ഗോൾഡൻ. ഓൾറെഡി വർക്കിംഗ് ആണ്. ഗ്രേറ്റ് പെക്ക. എടാ മോനെ വിഷയം. നീ എനിക്ക് അതിന്റെ ഹൈ ക്വാളിറ്റി അയച്ചു തരണേടാ. ഡിഎൻ ചെയ്യാൻ പറഞ്ഞോടാ. സ്റ്റീവ് ബോബ്സ് സെറ്റടാ. ഇന്ന് ഫുള്ള് വണ്ടിയാണ്. വണ്ടി ഇതൊന്ന് അൺലോക്ക് ചെയ്ത് തരുമോ? നമ്മള് സിറ്റിയിലെ വണ്ടിയല്ല എക്സ്പ്ലോർ ചെയ്യണ RP-യാണ്. വണ്ടി എക്സ്പ്ലോറിങ് RP. ബ്രോ മസ്താങ് ആണോ ഡോട്ട് ചലഞ്ചർ ആണോ? അത് മസ്താങ്ങാ ബ്രോ. അത് മസ്താങ്ങാ. ഓക്കെ. മറ്റേ വണ്ടി അമ്പത്തിരൊന്ന് കേറി. പീക്ക് മെയിൽ കണ്ടന്റ്. അതെ. ആ ഇത് സാബ്ഗുരുവിന്റെ വണ്ടിയാ. ഇത് സിറ്റിയില് വണ്ണാന്റെ വള്ളിയാ. ഇത് എന്ത് സാധനം ഇത് കൊണ്ടോണേ. എന്റെ അമ്മു ഈ വണ്ടി ഒടുക്കത്തെ പവറാണോ? ഒടുക്കത്തെ ഇതാണ് മനസ്സിലായോ? അണ്ണന് വേറെ കൂടെ പറയണമെന്ന് വിചാരിച്ച സിറ്റിയില് പോലല്ല കസ്റ്റം വണ്ടി കയറാൻ ഇപ്പൊ കൊറേ കാര്യങ്ങൾ നമ്മള് സെറ്റ് ചെയ്യണം. കാരണം ഈ സിറ്റിയുടെ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചാണ് ഈ എംബ്ലങ്ങള് ആഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. എനിക്കറിയാം. ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പൊല്യൂഷൻ ഇഷ്യൂ ഉണ്ട്. അണ്ണന്റെ ഹാലിൽ തന്നെ 5 ദിവസത്തെ പ്രൊസസ്സറാണ് സിറ്റി കയറുന്നത്. അറിയോ? ഇതിന്റെ ഹാൻഡ്ലിംഗ് നോക്കടാ. എന്ത് സ്പീഡിലാണ് ഹാൻഡിൽ സീനുണ്ടാ? ഇല്ല അത് നൈസാ. പക്ഷെ ഇത്ര സ്പീഡിലല്ല വണ്ടിക്ക്. അത് സ്പീഡില്ല. അത് ഇത്ര സ്പീഡിലടാ. ഇതിന്റെ പവർ കണ്ടോ? ഇതിന് ഒടുക്കത്തെ പവറാ ഇതിന്. ഈ ഒരു സ്പീഡും പെർഫോമൻസ് ഒക്കെ ഹാർലിനുണ്ട്. സെറ്റ് ആണ്. ഇതിന്റെ ഉണ്ട്. ഇതുണ്ട്. ഈ വണ്ടി തെന്നി പോവില്ല. ഇതുണ്ട്. കയ്യിൽ നിന്ന് പോവില്ല ഈ വണ്ടി. വണ്ടിയുള്ള അല്ല മൂടും കൂടെ ഇട്ടുകൊണ്ട് ഭയങ്കര തിളക്കാണ്. അതിന് ഭയങ്കര തിളക്കം. അണ്ണാ പിന്നെ ഇന്നലത്തെ കേസൊക്കെ അറിഞ്ഞ കേസാ? എന്ത് SRR ആയിട്ടുള്ള അതറിഞ്ഞ പ്രശ്നങ്ങളൊക്കെ അതായത് സിറ്റി കറാച്ചിന് താമസിച്ചതേ കോടതി വിളിച്ച. എനിക്ക് തോന്നുന്നു ഹാർലിന്റെ പെർഫോമൻസ് ഞാൻ അപ്പ് ചെയ്തിട്ടില്ല. അത് അപ്പ് ചെയ്താൽ സെറ്റ് ആവോ? അപ്പ് ചെയ്തൊക്കെ ഉണ്ടാന്ന് തോന്നുന്നു. എന്നാ ചെയ്തല്ലേ അണ്ണാ സിറ്റി അണ്ണനെ കയ്യിലോട്ട് പോയി തന്നെയല്ലേ ഉള്ളൂ. കടക്ക് അപ്പുറത്തല്ലേ കട.
ഇത് എന്ത് വണ്ടിയാടാ ഇത്? ഇതിന്റെ ആ ടെർബോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ബാൻഡേജ് മേടിച്ചാണ്. ഹലോ, ഓ ഇതും കൊള്ളാം കേട്ടോ. ഇതും നൈസ് സാധനം. മറ്റേതും അടിപൊളി. പക്ഷെ ഇനി മറ്റേ വണ്ടിയല്ലേ, ഇത് രണ്ടും ഒരേ വണ്ടിയാണോ അതോ? 2,50,000 ഒരേ വണ്ടിയാ. ആണല്ലേ, ഓക്കെ. ബ്രോ ഹാർലിൻ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. കുറച്ച് സാധനം 25,000. ഹാർലിൻ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. പാസ്വേണ്ടാ? ഓ ഞാൻ ഈ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തോട്ടെ ബ്രോ, ഒറ്റ മിനിറ്റ് ഇപ്പൊ വരാവേ. ഓക്കെ. നമ്പർ ഉണ്ടാകുകയാണെങ്കിൽ ഇതിന്റെ എൻജിൻ സൈഡ് എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ ഉണ്ടോ നോക്കട്ടെ കൈസ് ഞാൻ. പെർഫോമൻസ്, എൻജിൻ ലെവൽ 4, ബ്രേക്ക്, ട്രാൻസ്മിഷൻ എല്ലാം അപ്പ കൈസ്. ഇതിന് ഇപ്പുറത്ത് മേളിലല്ല. ആർമർ ഉണ്ട്. ആർമർ അപ്പ് ചെയ്യണോ വണ്ടിക്ക്? ആർമർ അപ്പ് ചെയ്യണോ? വേണം. ആർമർ അപ്ഗ്രേഡ്. ബ്രോ ഈ ആർമർ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ചെയ്തു. അത് ഇപ്പൊ വണ്ടിയൊക്കെ തട്ടിക്കഴിഞ്ഞ ആ ഒരു ഡാമേജ് ആണ്. അത് ഡീലർഷിപ്പ് വെഹിക്കിൾ ഒക്കെ ആണെങ്കിൽ ഓക്കെ. വേറൊന്നും ഇല്ലടാ, വേറൊന്നും ഇല്ല. ടയറൊന്നും എന്തായാലും മാറ്റണ്ടല്ലോ, ഈ വണ്ടി OG ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ. ഓക്കെ പോയിട്ടോ. ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെഡ്ലൈറ്റ് കളർ വേണമെങ്കിൽ നമുക്ക് യെല്ലോ ആക്കാമായിരുന്നു. ഹെഡ്ലൈറ്റ് കളർ ഈ വണ്ടിയുടെ കളർ തന്നെ യെല്ലോ. രാത്രിയിലത്തെ ലൈറ്റ് ഗോൾഡൻ അത് വേണമെങ്കിൽ ആക്കാമായിരുന്നു. അത് പഴയത് വണ്ടിയിലും ലൈറ്റ് യെല്ലോ ആയിരുന്നു. ഗോൾഡൻ കളർ ആയിരുന്നു പഴയ വണ്ടിയുടെ അല്ലേ? ആണ്. ഒന്നും വേണ്ട. റിപ്പയർ കിറ്റ് ഒറ്റ റിപ്പയർ മാത്രമേ പറഞ്ഞു. ഈ പരിപാടി കൊള്ളാൻ കേട്ടോ ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾക്ക്? ഇവർ രണ്ടുപേരും ഇവിടെ എൻഗേജ്ഡാ. മറ്റേത് നമ്മളൊരു ബട്ടണിൽ ഞെക്കുമ്പോൾ ഇതാവുക. ഇവിടെ രണ്ടുപേർക്ക് RP കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മനസ്സിലാണ്ട്? ഇവരെ രണ്ടുപേരും കണ്ട അതിപ്പോ ഒരു വണ്ടി എന്നല്ല, ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത് പോലെ അവർക്ക് വന്നാ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത് പോലെ അവർക്ക് രണ്ടുപേർക്ക് RP കളിക്കാം. അപ്ഗ്രേഡ് ചെയ്താ? ഇതിപ്പോ അല്ല അപ്പിയാനൊന്നും ഇല്ല കോച്ച്. ഇതിലാകെ അപ്പിയാനുള്ള ആർമറും മറ്റേ ഇതും മാത്രമേ ഉള്ളൂ. വേറൊന്നും അപ്പിയ ഇല്ല. നാളേക്ക് 51 സെറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കോച്ച് ഞാൻ പറയാം, ധൃതി പിടിച്ച് പെട്ടെന്ന് സിറ്റിയിൽ വണ്ടി വേണമെന്ന് പറഞ്ഞ് ഡിസൈൻ വെക്കില്ല കോച്ച്. നല്ല കോച്ച്. ഈ ഡിസൈൻ കോച്ചിന് അറിയാം എന്താന്ന് ശരിക്കും. ഇതെന്റെ റിയൽ ലൈഫിലെ ഡ്യൂക്കിന്റെ ഡിസൈനാ. ഹലോ, ഹലോ ആരാ? നന്ദുകുട്ട പറഞ്ഞോ. എടാ ഇനി നിനക്ക് ഈ നമ്പർ ഒരിക്കലും കിട്ടാൻ പോണില്ല. എന്റെ നമ്പർ അബദ്ധത്തിൽ നിന്റെ കൈ കിട്ടിപ്പോയതാ, മനസ്സിലായ? അല്ലാതെ നിനക്ക് ഈ നമ്പർ അന്ന് ചോദിച്ചിരുന്ന നമ്പർ കിട്ടിയിട്ടില്ല. കുറച്ച് കിട്ടി നന്ദുകുട്ട, കിട്ടി നമ്പർ കിട്ടി. നന്ദുകുട്ട ഞാൻ ഡീലർഷിപ്പിൽ കുറച്ച് വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വിളിക്കാം. അല്ല ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇറങ്ങുവാ. 8198 കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുക. ഒരു ചെറിയ ഒരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സെറ്റ്. വണ്ടി നിങ്ങളെ ആൾക്കാർ കൊണ്ടുപോയതായിരുന്നു. ഏത് വണ്ടി? ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അമ്പത്തൂര് സാഗുലിന്റെ വണ്ടി കയ്യിലുണ്ടോ? പെട്ടെന്ന് കൊണ്ട് കൊണ്ടാ. പെട്ടെന്ന് 8198 പെട്ടെന്ന്. സാഗുരു ഇപ്പൊ കൊണ്ടുവരും. ഓക്കെ ശരി. ഈ സൗണ്ട് അവര് മാറ്റിത്തരാന്ന് പറഞ്ഞു കസ്റ്റംസിലുള്ളവര്. ഇത് മാറ്റണ്ടല്ലോ, ഇത് തന്നെ പോരെ. டிஃபால்ட் எனக்கு அந்த ஜம்ப் அந்த ஆக்சிலேட்டர் விட்டுட்டு அதை விடு. ഈ സൗണ്ടാ കുറച്ചധികം കാലം എടുത്താലേ ആ പൊട്ടൽ പടപടെ വരുള്ളൂ.
ഒരു വാട്ടി ചോദിച്ചുക്കോ ലൈക്ക് ഒരു വാട്ടി അപ്ഗ്രേഡ് ചെയ്താൽ തിരിച്ച് ഡി അപ്ഗ്രേഡ് பண்ண முடியுமா അപ്പൊ ചെക്ക് പണി നോക്ക്. ഇല്ലല്ല കോച്ച്, ഇത് ബെസ്റ്റ് സൗണ്ട് എന്റെ അഭിപ്രായത്തിൽ. ഇതിനി ഒന്നും ചെയ്യണ്ട, ഇതിനി ഒന്നും ചെയ്ത് നശിപ്പിക്കണ്ട. എന്റെ അഭിപ്രായത്തിൽ അതാണ്. ഇതിനി ഒന്നും ചെയ്ത് നശിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇതിപ്പോ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതായിട്ട് കിടക്കുക കോച്ച്. ഇവിടുത്തെ ഇവിടുത്തെ ഗരാജിന്റെ ഐക്കൺ എന്താ കോച്ച്? ആ ഇതാണ് ഗരാജ് അല്ലേ? ഹലോ പറ കോച്ച്. ആ പറഞ്ഞോ. അയ്യോ അല്ലല്ലോ പറഞ്ഞോ. നിങ്ങളെ പിന്നെ തത്സമയ പരിപാടിയെ കണ്ടിട്ടാണ് നമ്മൾ ഈ യാത്രയിലോട്ട് വന്നത്. നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. താങ്ക് യു. പേരെന്താ? പേര് സജേട്ടൻ. ഓ സജേട്ടൻ. എന്താ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഡേവിഡ് ആംബ്രോസ്. ഡേവിഡ് ആംബ്രോസ്. സഹോദരന്റെ പേരെന്താ? ഇത് മൈക്ക് മൈക്കിന് മൈക്കില്ല. ഹലോ എന്റെ പേര് മൈക്ക്. ഇടയ്ക്കിടയ്ക്ക് പോവേ, അതാണ് മൈക്ക് എന്ന് പേരിട്ടത്. ഓക്കെ. എന്ത് ചെയ്യാനാ. എന്തായാലും 3 പേരെ പരിചയപ്പെട്ട സന്തോഷം. ഞങ്ങള് കുറച്ച് വണ്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു, കാരണം നമ്മളെ സജ്ജീകരണം സംസാരിക്കണമായിരുന്നു. അത് ശരി. അതാണ് ഞാൻ ഇങ്ങനെ കുറെ ഇങ്ങനെ നിന്ന്. സജ്ജീകരണം ഭയങ്കര ഫാനാണേ. താങ്ക് യു സോ മച്ച്. അപ്പൊ നടക്കട്ടെ. ഇവിടെ നമ്മൾ ഇത് സംസാരിച്ചാൽ നിങ്ങളെ കൊണ്ടുപോകും, അതുകൊണ്ടാ. താങ്ക് യു. കൊച്ചാ കേരള നമുക്കൊന്ന് സ്റ്റോറി സൗണ്ട് കേക്കുതാ? കാർ സൗണ്ട് കോച്ചിന് കേൾക്കുന്നില്ല? ഇല്ല, വെരി സൈലന്റാ പോയത് കാറ്. സത്യം സേവ് ചെയ്യട്ടെ. പോയിട്ട് ഇருக்கு സേവ് ഓപ്ഷൻ. ആ കോച്ച് വാ. ഇപ്പൊ കേക്കുത്. ആളടിച്ചിട്ട് പോയിട്ട് വഴിവ്. കൊച്ച് ഒന്നുകൂടെ ക്യാൻസൽ ചെയ്തിട്ട് അടിച്ചാൽ മതി. അപ്പൊ കേറിക്കോളൂ. സ്പാം ചെയ്തോണ്ടിരേ. മീനുട്ടി എവിടെ ഉണ്ട്? പോസ്റ്റൽ പറഞ്ഞ അങ്ങോട്ട് വരാം. തൊണ്ണൂറ് 68. ഓക്കെ. കോച്ച് മാർക്ക് 9068. ഡോഗ് ഷോപ്പ്, പെറ്റ് ഷോപ്പ് കിட்ட இருக்கா? വെറ്റിനറി. എത്ര സ്പീഡ് വരെ കയറുന്നുണ്ട് ഈ വണ്ടി? ഹൈ സ്പീഡ്. അവിടെ ആ ഹൈവേ കിட்ட പോണാ നോക്കാമല്ല. പയ്യ നോക്കാം. ഇവിടെ ഇങ്ങേ 300+ പോச்சு. കൺഫേം 404. ഗിഫ്റ്റ് മിസ് ആയെന്നോ? റോബോട്ട് കണ്ടാ ലെഫ്റ്റില്. FAP എങ്ങനെ അതിന്റെ ഇത് കാണത്തില്ല നമുക്ക്. പിന്നെ ആ ഗ്രൈൻഡിങ് പറഞ്ഞല്ല, അതെന്താ பண்ணணும்? അത് കോച്ച്, അത് മിസ്റ്റർ എക്സിന് നമുക്കൊരു ഐറ്റം കിട്ടാനുണ്ട്. ആ ഐറ്റം കിട്ടിയതിന് ശേഷം ഗ്രൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സെറ്റ്